രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദേശീയ മാധ്യമം കഴിഞ്ഞ ദിവസം ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. ആ കണക്ക് ഇന്ത്യയിൽ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റുന്ന മനുഷ്യരുടെ കണക്കായിരുന്നു. ആ കണക്കിൽ നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്നാമത് നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളമാണ്. ഏറ്റവും പിന്നിലായി നിൽക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനമായ ഗുജറാത്ത്. കേരളത്തിൽ 20% വരുന്ന അതിദരിദ്രരിൽ 98% പേർക്കും 3 നേരം ആഹാരം കഴിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. അതേസമയം ഗുജറാത്തിലെ കാര്യമാകട്ടെ 20% വരുന്ന അതിദരിദ്രരിൽ വെറും 32.5% പേർക്ക് മാത്രമാണ് 3 നേരം ആഹാരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാകുന്നത്. ഇത് ഗുജറാത്തിൻ്റെയും കേരളത്തിൻ്റെയും ഏറ്റവും ചെറിയ ഒരു താരതമ്യമാണെന്ന് പറയാം. 2014 അധികാരത്തിലേക്ക് വരുന്ന ഘട്ടത്തിൽ വൈബ്രന്റ് ഗുജറാത്ത് എന്നായിരുന്നു നരേന്ദ്രമോദി ഗുജറാത്തിനെ വിശേഷിപ്പിച്ചത്. ഗുജറാത്ത് മോഡൽ വികസനം രാജ്യം മുഴുവൻ കൊണ്ടുവരുമെന്ന് അന്ന് നരേന്ദ്രമോദി വലിയ വായിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. എന്നാൽ ശരിക്കും എന്താണ് ഗുജറാത്തിലെ വികസനം? അത് പരിശോധിക്കാൻ ആദ്യം ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഒന്ന് പരിശോധിച്ചാൽ മതിയാവും. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന വാർത്ത, യൂണിസെഫ് ഇന്ത്യ എന്ന് പറയുന്ന UN കീഴിൽ വരുന്ന ഒരു ഉപസംഘടന കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ ഡിജിറ്റൽ വിദ്യാഭ്യാസ യത്നങ്ങളെ വലിയ രീതിയിൽ അഭിനന്ദിച്ചതുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. ആ മാതൃക, കേരളത്തിൻ്റെ ഡിജിറ്റൽ വിദ്യാഭ്യാസ മാതൃക ലോകത്തെ വികസിത രാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയാണ് എന്ന് യൂണിസെഫ് ഇന്ത്യ പറഞ്ഞതായിരുന്നു കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് പുറത്തു വന്ന ഏറ്റവും അവസാനത്തെ വാർത്ത. എന്നാൽ ഗുജറാത്തിൽ നിന്നും അവരുടെ വിദ്യാഭ്യാസ മേഖലയെ പറ്റി പുറത്തു വന്ന ഏറ്റവും അവസാനത്തെ വാർത്ത എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള കുബേർ ദിൻതോർ പറഞ്ഞ ഒരു വാക്കാണ്. അതായത് അദ്ദേഹം പറയുന്നത്, ഒരു അധ്യാപകൻ മാത്രമുള്ള സ്കൂളുകളുടെ എണ്ണത്തിൽ ഗുജറാത്ത് 1600 എന്ന സംഖ്യ പിന്നിട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഏകാധ്യാപക വിദ്യാലയങ്ങളുടെ കാര്യത്തിൽ 1600 എന്ന സംഖ്യ ഗുജറാത്ത് പിന്നിട്ടിരിക്കുന്നു. ഇതിന് തൊട്ടു മുമ്പ് മറ്റൊരു വാർത്ത ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അത് ഗുജറാത്തിലെ ഒരു ക്ലാസ് റൂം മാത്രമുള്ള സ്കൂളുകളെ പറ്റിയുള്ളതായിരുന്നു. ഗുജറാത്തിൻ്റെ നിയമസഭയിൽ ഒരു കോൺഗ്രസ് MLAക്കുള്ള മറുപടി എന്നോണം ഗുജറാത്ത് വിദ്യാഭ്യാസ മന്ത്രി കുബേർ ദിൻതോർ പറഞ്ഞത്, ഗുജറാത്തിലെ 341 സർക്കാർ പ്രൈമറി സ്കൂളുകളിൽ ഒരു ക്ലാസ് റൂം മാത്രമാണുള്ളത് എന്നാണ്. അതായത് ഇത്രയേറെ വലിയ വികസനം നടന്നു എന്ന് നരേന്ദ്രമോദി അവകാശപ്പെടുന്ന ഗുജറാത്തിലെ 341 സർക്കാർ സ്കൂളുകളിൽ ഒരൊറ്റ ക്ലാസ് മുറി മാത്രമാണുള്ളത്. കേരളത്തിലെ പല സ്കൂളുകളുടെയും അടിസ്ഥാന സൗകര്യ വികസനം കണ്ട് ലോകം തന്നെ ഞെട്ടി നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനത്ത് ഒരു ക്ലാസ് റൂം മാത്രമുള്ള 341 പ്രൈമറി സ്കൂളുകൾ ഉണ്ടെന്ന വിവരം അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ രാജ്യത്തോട് വിളിച്ചു പറഞ്ഞത്. ഇനി ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള ഏറ്റവും ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത് 2023 മെയ്യിലാണ്. ആ വർഷത്തെ 10ാം ക്ലാസ് പരീക്ഷാഫലം ഗുജറാത്തിൽ പുറത്തു വന്നപ്പോൾ രാജ്യം തന്നെ ഞെട്ടുകയുണ്ടായി. കാരണം 157 സ്കൂളുകളാണ് ഒരു വിദ്യാർത്ഥി പോലും 10ാം ക്ലാസ് പാസ്സാകാത്തതായി ഗുജറാത്തിൽ 2023 ഉണ്ടായിരുന്നത്. അതേസമയം 1084 സ്കൂളുകളിൽ 30% താഴെയായിരുന്നു വിജയ ശതമാനം എന്ന് കൂടി പറയുമ്പോൾ ഗുജറാത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം എങ്ങനെയാണ് എന്നൊരു ചിത്രം തെളിയുന്നുണ്ട്. ഇനി കേരളത്തിൻ്റെ ഇത്രയധികം വികസന നേട്ടം വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ കേരളത്തിൻ്റെ 2023-24 കാലയളവിലെ വിദ്യാഭ്യാസ ബഡ്ജറ്റ് എന്ന് പറയുന്നത് വെറും 2822 കോടി രൂപയാണ്. അതേസമയം ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ ബഡ്ജറ്റോ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം 44,579 കോടിയാണ്. അതായത് കേരളത്തിൻ്റെ 20 ഇരട്ടി വിദ്യാഭ്യാസ ബഡ്ജറ്റുള്ള ഒരു സംസ്ഥാനത്താണ് ഒരു ക്ലാസ് റൂം മാത്രമുള്ള 341 സർക്കാർ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ എത്ര വലിയ അഴിമതിയാണ് 1995 മുതൽ
ആ സംസ്ഥാനം അടക്കി ഭരിക്കുന്ന BJP സർക്കാരുകൾ നടത്തുന്നത് എന്ന് വ്യക്തമാകുന്നു. ഇനി ആരോഗ്യ മേഖലയിൽ ഒരു താരതമ്യത്തിന് ഇടം പോലും ഉണ്ടാവുന്നില്ല. കാര്യം നീതി ആയോഗിൻ്റെ ഏറ്റവും അവസാനം പുറത്തുവിട്ട സൂചികകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ശിശുമരണ നിരക്കിലും മറ്റു പല സൂചികകളിലും കേരളം ഏറ്റവും മുന്നിലും ഗുജറാത്ത് ഏറ്റവും പിന്നിലുമാണ്. ഇത് ഈ നീതി ആയോഗ് രൂപീകരിക്കുന്നത് തന്നെ നരേന്ദ്രമോദി സർക്കാരാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി സർക്കാരിനും അവരുടെ കീഴിൽ വരുന്ന BJP ഭരണകൂടങ്ങൾക്കും അനുകൂലമായ കണക്കുകളാണ് അവർ പൊതുവിൽ പുറത്തുവിടുന്നതെങ്കിലും നീതി ആയോഗിൻ്റെ ഏത് കണക്കെടുത്ത് പരിശോധിച്ചാലും കേരളം തന്നെയാണ് ഒന്നാമത്, ഗുജറാത്ത് തന്നെയാണ് ഏറ്റവും പിന്നിൽ. ഈ ഗുജറാത്തിനെ ഉയർത്തി കാണിച്ചാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കേരളത്തിൽ ഗുജറാത്ത് മോഡൽ വികസനം കൊണ്ടുവരുമെന്ന് ഒരു ഘട്ടത്തിൽ വരെ പ്രസംഗിച്ച് നടന്നിരുന്നു. എന്തായാലും ഗുജറാത്തിൻ്റെ കണക്കുകൾ കൃത്യമായി പുറത്തു വരികയാണ്. ഗുജറാത്തിൽ ദാരിദ്ര്യം പോലും ഏറ്റവും ഭീകരമായ അവസ്ഥയിലാണെന്ന് തെളിയിക്കുന്ന കണക്കാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ കണക്കുകളൊന്നും കേരളത്തിലെ സംഘപരിവാറുകാരുടെ കണ്ണു തുറപ്പിക്കാൻ ശേഷിയുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്ത് ഇപ്പോഴും അവരുടെ സ്വപ്ന സംസ്ഥാനം തന്നെയാണ്.